ബീഹാറിന്റെ ഇളക്കിമറിച്ച വോട്ടർ അധികാർ യാത്ര സമാപിച്ചു. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മഹാറാലി നടന്നു. യാത്ര ബീഹാറിൽ ഒതുങ്ങില്ലെന്നും ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, നേതാക്കളുടെ മഹാറാലിയോടെ മഹാസമ്മേളനത്തോടെ വോട്ടർ അധികാർ യാത്ര സമാപിച്ചിരിക്കുന്നു. സമാപന സമ്മേളനത്തിന്റെ വിവരങ്ങൾ. അതന്നെ, വോട്ടർ അധികാർ യാത്ര സമാപിച്ചിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് യാത്രയുടെ അവസാന ദിവസവും കടന്നുപോയത്. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഈ യാത്രയുടെ ഭാഗമാവുകയും ചെയ്തു. കൂടാതെ പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കൾ കൂടി യാത്രയുടെ അവസാന ദിവസം ഭാഗമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ യാത്ര ആരംഭിച്ച സമയം മുതൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമായിരുന്നു നമുക്ക് പാട്ന നഗരത്തിൽ കാണാൻ സാധിച്ചത്. ഗാന്ധി മൈതാനത്ത് നിന്നാണ് ഈ റാലി ആരംഭിച്ചത്. ഗാന്ധി മൈതാനത്തുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗാന്ധിയിൽ നിന്നും അംബേദ്കറിലേക്ക് എന്ന തലക്കെട്ടിൽ ഒരു മാർച്ചായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അതിനുശേഷം അംബേദ്കർ പ്രതിമയ്ക്ക് സമീപം ഈ റാലി അവസാനിപ്പിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പാതി വഴിയിൽ ഈ യാത്ര പോലീസ് തടയുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്ന് അവിടെ സജ്ജീകരിച്ച ഒരു വേദിയിൽ സമാപന സമ്മേളനം ആരംഭിക്കുകയും അതിപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ യാത്രയുടെ സമാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം വോട്ടുകൊള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ബീഹാറിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ കർണാടകയിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആരോപണങ്ങൾ ഉയർത്തിയത് കൃത്യമായ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണത്തിന്റെ അർത്ഥം അധികാരവും മോഷ്ടിക്കുന്നു എന്നാണെന്ന് കൂടി രാഹുൽ ഗാന്ധി ഇന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് തേജസ്വി യാദവ് ഈ യാത്രയുടെ സമാപനത്തിൽ കൂടി നിന്ന ജനങ്ങളോട് പറഞ്ഞു. ഡബിൾ എഞ്ചിൻ സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. ബീഹാറിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണ്. ബീഹാറിലെ ഈ വോട്ടുകൊള്ളക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. സാധാരണക്കാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒരു കാരണവുമില്ലാതെ വെട്ടി അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ സമരം വ്യാപിപ്പിക്കുന്നു കൂടി നേതാക്കൾ അറിയിച്ചു.